കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി കോൺഗ്രസ് 19ാമത്തെ അടവ് പുറത്തെടുക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തമിഴ് സൂപ്പർ താരവും തമിഴക വെട്രികഴകത്തിന്റെ നേതാവുമായ ആക്ടർ വിജയ് ആണ് ആ പൂഴിക്കഴകൻ. വിജയെ കേരളത്തിൽ പ്രചാരണത്തിനെത്തിക്കാനായി മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെടൽ നടത്തുന്നുവെന്നും നേരിട്ട് ക്ഷണിച്ചുവെന്നുമൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനായി ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് കാര്യങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. കേരളത്തിന് പുറത്ത് CPM ജയിക്കാൻ രാഹുലിനെ വെച്ച് പോസ്റ്റർ അടിക്കണമെന്ന് എപ്പോഴും പറയുന്ന കോൺഗ്രസുകാർ തന്നെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വിജയ് ഇറക്കി പോസ്റ്റർ അടിക്കുന്നത് എന്നതാണ് ഇതിലെ പ്രധാന തമാശ. തമിഴ്നാട്ടിൽ നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കെ വിജയിയുടെ TVKയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നതിനിടെയാണ് കേരളത്തിലേക്ക് കൂടി താരത്തെ ക്ഷണിച്ചിരിക്കുന്നത്. നേരത്തെ കരൂർ ദുരന്തമുണ്ടായപ്പോഴും പിന്നീട് ജനനായകൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വിജയെ വിളിച്ചിരുന്നു. ഈ നിലയിൽ TVKയും കോൺഗ്രസും തമ്മിലൊരു ബന്ധം തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വരികയാണ്. പ്രധാനമായും തന്റെ ഫാൻസ് അസോസിയേഷനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കിക്കൊണ്ടാണ് വിജയ് തമിഴ്നാട്ടിൽ TVKക്ക് രൂപം കൊടുക്കുന്നത്. കേരളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് തൊട്ടു പിന്നിലായി ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് വിജയ്. കേരളത്തിൽ നിരവധി ഫാൻസ് ക്ലബ്ബുകളും ഒക്കെ വിജയ്ക്കുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് വിജയ് ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോഴൊക്കെ വലിയ ജനക്കൂട്ടമാണ് അവിടെ ഉണ്ടായത്. ആ ഒരു ആൾക്കൂട്ടത്തെ കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകളാക്കി മാറ്റുക എന്നതാണ് ഈ നേതാക്കൾ ലക്ഷ്യമിടുന്നത്. വിജയ്ക്ക് തമിഴ്നാടിന് പുറത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ പ്രചാരണത്തിന് വരികയും ഇവിടെയുള്ള ഇലക്ഷനിൽ സ്വാധീനം ചെലുത്താൻ കഴിയുകയും ഒക്കെ ചെയ്താൽ ഒരു പവർഫുൾ പൊളിറ്റീഷ്യൻ എന്ന ഇമേജ് വിജയ്ക്ക് ഉണ്ടാകാമെന്നാണ് അവരുടെ കൂട്ടത്തിലുള്ളവർ കരുതുന്നത്. എന്തായാലും വിജയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ വാർത്തകളെ അവർ തള്ളിക്കളഞ്ഞിട്ടുമില്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങൾക്ക് ഒരു സ്വാധീനവും ചെലുത്താൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. പല താരങ്ങളും തെരഞ്ഞെടുപ്പ് ഇറങ്ങി പരാജയം അറിഞ്ഞിട്ടുണ്ട് താനും. ഗണേഷും മുകേഷും സുരേഷ് ഗോപിയും നേരത്തെ നമ്മുടെ ഇന്നസെന്റും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അവരുടെ ഒരു ഫാൻ ബേസ് കൊണ്ടൊന്നുമല്ല, മറിച്ച് കൃത്യമായ പൊളിറ്റിക്കൽ വോട്ടുകൾ കൊണ്ട് തന്നെയാണ് അവർ വിജയിച്ചത്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള കേരളത്തിലേക്ക് കോൺഗ്രസ് വിജയി ഇറക്കാനുള്ള ആലോചന നടത്തുകയാണ്. കോൺഗ്രസിന് അവരുടെ പ്രചാരണ തന്ത്രങ്ങൾ വഴിമുട്ടുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണിത്. 139 വർഷം പഴക്കമുള്ള ഒരു ദേശീയ പാർട്ടി അവരുടെ പ്രചാരണത്തെ കൊഴുപ്പിക്കാൻ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ചലച്ചിത്ര താരത്തിന്റെ പിന്നാലെ നടക്കുകയാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അതീവ ദുർബലമായ അവസ്ഥയിലാണ് കോൺഗ്രസ്. അവശേഷിക്കുന്ന അപൂർവം ശക്തികേന്ദ്രങ്ങളിൽ ഒന്നായ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF 2016 മുതൽ അധികാരത്തിന് പുറത്താണ്. 2021 കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF 99 സീറ്റുകൾ നേടി തുടർഭരണം നേടിയപ്പോൾ കോൺഗ്രസ് വെറും 41 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടായി എന്നതിനപ്പുറത്ത് കോൺഗ്രസ് ദുർബലമായി എന്ന നിലയിൽ കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിനെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കടുത്ത വിഭാഗീയത, ദുർബലമായ സംഘടനാ സംവിധാനം, ശക്തമായ നേതൃത്വത്തിന്റെ അഭാവം എന്നിങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ തകർച്ചയുടെ ലക്ഷണങ്ങളാണ് കോൺഗ്രസ് കാണിച്ചത്. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാം. ഏകദേശം ഒരു ദശാബ്ദക്കാലം അധികാരത്തിൽ തുടർന്നതിന് ശേഷവും സംസ്ഥാനത്ത് ഒരു കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും തുടർഭരണം വേണ്ടെന്നുമൊക്കെ കാണിക്കുന്ന അഭിപ്രായ സർവേകളിൽ പോലും വളരെ കുറച്ച് ശതമാനത്തിന്റെ മുൻതൂക്കമേ UDFന് അനുകൂലമായിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും LDFന് മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇത്തവണ കൂടി സംസ്ഥാന ഭരണം കൈവിട്ടു പോയാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ സമ്പൂർണ്ണ തകർച്ചയുടെ തുടക്കമായിരിക്കും. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ദീർഘകാലമായി ഭരണമില്ലാത്ത പാർട്ടി മുതിർന്ന നേതാക്കൾ പോലും തുടരുമോ എന്നത് സംശയകരമാണ്. അവസാനമായി ഭരണം ലഭിച്ചപ്പോൾ അധികാരം ലഭിക്കാതിരുന്ന യുവാക്കളായിരുന്ന നേതാക്കൾ ഇപ്പോൾ തന്നെ മധ്യവയസ്കരായി. അതായത് വലിയൊരു ക്രൈസിസ് ആണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇതൊക്കെയാണ് അവസ്ഥയെങ്കിലും തമ്മിലടിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. പഴയ AI ഗ്രൂപ്പുകൾ ക്ഷീണത്തിലും ആശയക്കുഴപ്പത്തിലും ഒക്കെയാണ്. എങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായ പുതിയ ആൾക്കൂട്ടങ്ങളും അധികാര കേന്ദ്രങ്ങളുമൊക്കെ പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗങ്ങൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തരും സ്വന്തം നിലയ്ക്കുള്ള ഇമേജ് മാനേജ്മെന്റും PR പരിപാടികളും ഒക്കെ സ്വന്തം നിലയ്ക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സമുദായ നേതാക്കളെ സോപ്പിട്ട് നിർത്തലും എല്ലാം ഒരു ഭാഗത്ത് തകൃതിയാണ്. പാർട്ടിക്ക് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയും ഒക്കെ അടങ്ങുന്ന യുവ നേതാക്കൾക്ക് സ്വന്തമായി സൈബർ അണികളും സൈബർ പോരാളികളും ഒക്കെയാണ്.
ഇതുവരെ അധികാരം ലഭിക്കാതിരുന്ന ഈ കൂട്ടരും ഇത്തവണ MLA സ്ഥാനവും മന്ത്രിപണിയും ഒക്കെ ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പല ജില്ലകളിലും ബൂത്ത് തലത്തിലുള്ള സംവിധാനം പോലും ദുർബലമാണ്. സംഘടനാപരമായ വിടവുകൾ, ഭരണവിരുദ്ധ വികാരം വോട്ടുകളാക്കി മാറ്റാൻ കഴിയാത്ത സാഹചര്യമൊക്കെ കോൺഗ്രസിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP നേതൃത്വത്തിലുള്ള NDAക്ക് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പ്രതിപക്ഷ വോട്ടുകൾ പിളർത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ വലിയ പരാജയം തന്നെയാവും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. തൊഴിലില്ലായ്മ, അഴിമതി, വികസനമില്ലായ്മ, ഭൂമി പ്രശ്നങ്ങൾ എന്നിങ്ങനെ കാലാകാലമായി സർക്കാരുകൾക്കെതിരെ ഉണ്ടാവുന്ന സംസ്ഥാന വ്യാപക പ്രശ്നങ്ങളോ സമരങ്ങളോ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇല്ല. വ്യാപകമായ സംസ്ഥാന വ്യാപക പ്രക്ഷോഭങ്ങളുമില്ല. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ്, ശസ്ത്രക്രിയാ പിഴവുകൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ ഒരു വലിയ ബഹുജന പ്രക്ഷോഭമോ അതല്ലെങ്കിൽ ഒരു വലിയ പൊതുവിഷയമോ ഒക്കെ ആക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുമില്ല. സർക്കാരിനെതിരായി ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്ക് കോടതികളിൽ നിന്ന് തന്നെ തിരിച്ചടികൾ ഉണ്ടാവുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരം ഒരു സിറ്റുവേഷനിലേക്കാണ് വിജയ് ഇറക്കുന്നത്. അനൗപചാരികമായ ക്ഷണം ഇതിനോടകം തന്നെ വിജയ്ക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ നൽകിയിട്ടുണ്ട്. കേരള വോട്ടർമാർ വിദ്യാസമ്പന്നരും വിഷയാധിഷ്ഠിതമായ ചിന്താഗതിക്കാരും രാഷ്ട്രീയമായി പക്വതയുള്ളവരുമൊക്കെയാണ് എന്നാണ് പൊതുവെ വിലയിരുത്താറുള്ളത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ആഗോള രാഷ്ട്രീയം വരെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കാരണം മലയാളി അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള മലയാളിയുടെ അടുത്തേക്ക് ഒരു താരത്തെ ഇറക്കിയാണ് തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു പരീക്ഷണം കോൺഗ്രസ് നടത്തുന്നത്. ഇവിടെ മോഹൻലാലോ മമ്മൂട്ടിയോ മത്സരിച്ചാൽ പോലും അവർ പറയുന്ന രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന ഫാൻസ് ആണുള്ളത്. എന്തായാലും രക്ഷകനായി വിജയ് എത്തുമോ, എത്തിയാൽ തന്നെ വിജയ്ക്ക് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ ഒരു സിനിമ കാണുന്നത് പോലെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.